ഹലോ, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ എഗ് റോസ്റ്റ് ആണ് കേട്ടോ. അതിന് ആദ്യം തന്നെ നമ്മൾ കോഴിമുട്ട പുഴുങ്ങാൻ വെക്കണം കേട്ടോ. കോഴിമുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറട്ടെ കേട്ടോ. അതിനുശേഷം ഒരു 5 സവോള സ്ലൈസായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. സവാളയൊക്കെ ഒന്ന് വഴറ്റി കിട്ടാനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റാണ്. നൂലപ്പത്തിനും കഴിക്കാം, വെള്ളയപ്പത്തിനും കഴിക്കാം. എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു എഗ് റോസ്റ്റാണ് കേട്ടോ. അതിന് മുമ്പ് ഒരു 10-12 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണേ. നമ്മളെ സവാളൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയമായിട്ടോ. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണേ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. പൊടികളൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് 3 നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മളതിലേക്ക് പുഴുങ്ങി വെച്ച കോഴിമുട്ട ചേർത്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഗ്രേവി വേണമെങ്കിൽ സവോളയൊക്കെ വഴണ്ടി വന്ന സമയത്ത് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഗ്രേവി മാതിരി എടുക്കാം. ഞാൻ ഇപ്പോൾ ഗ്രേവി മാതിരി എടുക്കുന്നില്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. നമുക്കൊരു ജസ്റ്റ് 1 സെക്കൻഡ് മൂടി വയ്ക്കുക കേട്ടോ. എന്നിട്ട് മൂടി തുറന്നതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അണ്ടിപ്പരിപ്പില്ലേ, അത് നന്നായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അത് അവസാനമായിട്ട് ആ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള ഒരു എഗ് റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്